ഗൈസ് വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം MC ലൈഫ് സീസൺ 2-ലാണ് സുഹൃത്തുക്കളെ. MC ലൈഫ് സീസൺ 2-ൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ പുതിയതായിട്ട് എത്തിയ ഏതെങ്കിലും കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 2K ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ബേസിലെ കുറച്ച് അപ്ഡേറ്റ്സ് കാണിച്ചു തരാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലൗണിൻ്റെ ബേസ് വരെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാനായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഗൈസ് നമ്മളുടെ ഇപ്പം മല്ലു GT വേസ്റ്റ് ഗെയിമർ ഉണ്ട്. യെസ്, നമസ്കാരം. നമസ്കാരം. GT ഇവിടെ ട്രേഡിംഗ് ഹാള് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഗൈസ് വേറൊരു അപ്ഡേറ്റ് ഉണ്ട്. നമ്മൾ ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മാസ്റ്റർ തന്നതാണ്. അതെ, യെസ്, നമ്മുടെ ലീഫ് മാസ്റ്റർ തന്നതാണ്. ലൈവിലാണ് തന്നതെന്നാണ് തോന്നുന്നത്. ലൈവ് കണ്ട അറിയാൻ പറ്റും. ആ ലൈവിൽ ഞാൻ മോബ് ഫാം ഉണ്ടാക്കാൻ മറ്റേ എന്തൊരു ഇതിൻ്റെ വില ഡീപ് സ്ലേറ്റ് കോബിൾ സ്റ്റോണോ അതെടുക്കാൻ പോയപ്പോൾ മാസ്റ്റർ തന്നതാണ്. മാസ്റ്ററുടെ അടുത്ത് അത് അവൻ്റെ പെട്ടിയിലുണ്ടെങ്കിൽ എടുത്തുതരാൻ പറഞ്ഞപ്പോൾ അവൻ എന്നെ അവിടെ വിളിച്ചു വരുത്തിയിട്ട് എഫിഷ്യൻസിയുടെ പിക്കാക്സ് തന്നിട്ട് എന്നെ കൊണ്ടിട്ട് കുഴിപ്പിച്ചു. അതാണ് അവിടെ സംഭവിച്ചത്. പിന്നെ ഗൈസ് ഇവിടെ നമ്മുടെ മല്ലു GT ഗെയിമർ ദാ ഇവിടെ ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് GT ട്രേഡിംഗ് ഹാളിൻ്റെ അപ്ഡേറ്റ്? ഇതെന്താ പെട്ടിക്കൂടാടാ? വാട്ട് കൈൻഡ് ഓഫ് പെട്ടിക്കൂഡ് ഇസ് ദിസ്? റൂഫ് വരുമ്പോൾ കൊള്ളൂലെങ്കിലാണ് നിന്നെ തല്ലിക്കൊല്ലുന്നത് ഞാൻ. ഓ മൈ ഗാഡ്, എന്തോന്ന് ഇത്? ആ ക്വിക്ക് ചാർജ് എല്ലാം ഉണ്ടല്ലോ, സെറ്റപ്പാണ്. എടാ ഇതൊക്കെ ഒരു ഡൈ ചെയ്ത് വെച്ചൂടെ? എടാ വൈ എനിക്ക് സ്കാഫോൾഡിങ്ങിനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കഴിഞ്ഞ ജന്മത്തില് സ്കാഫോൾഡിങ് എന്നെ കൊണ്ടിട്ടുമല്ലോ ഉണ്ട്, അതുകൊണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ബേസിൽ അടുത്ത വന്നേക്കുന്ന മാറ്റം എന്ന് വെച്ചാൽ നമ്മളിവിടെ കുറച്ച് ഫാമൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ വുഡ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. എവിടെയെങ്കിലും കണ്ട് പരിചയം കാണും, പക്ഷെ പരിചയം ഇല്ലാത്ത കണക്ക് വേണം നിങ്ങൾ നിൽക്കാൻ, അല്ലേ? പിന്നെ ഇവിടെ നമ്മൾ ഒരു ക്രോപ്പ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇച്ചിരി നല്ല വലുതാണ്. പക്ഷേ ഒരു കിഴങ്ങ് ഇത് വന്നിട്ട് ഇവിടെ ഫാം ചെയ്ത് അത് എടുത്തതിന് ശേഷം നട്ടു വെച്ചില്ല. എന്നാൽ പിന്നെ ഞാൻ തല്ലിക്കൊല്ല. ആർക്ക് ഇത് വേറെ നിന്നെ ഞാൻ കഷ്ടപ്പെടുത്തത്തില്ല. ഞാൻ തല്ലിക്കൊന്നോളാം. നിക്കവിടെ. അടി കൊള്ളുന്നില്ല. ഇവൻ ആരുടെ ഹാക്കറാ? മനസ്സിലായല്ലോ ആരാണെന്ന്. ഓക്കെ. പിന്നെ ഗൈസ് ഇവിടെ നമ്മളുടെ അയൺ ഫാം ഉണ്ട്. അയൺ ഫാം പക്കാ എഫിഷ്യൻ്റ് ആണ്. AFK നിന്നാൽ പക്കാ എഫിഷ്യൻ്റ് ആണ്. പിന്നെ ഗൈസ് ഇവിടെ ഒരു മോബ് ഫാം ഉണ്ട്. മോബ് ഫാം നിങ്ങൾ ലൈവിൽ കണ്ട് കാണും. എങ്കിലും ലൈവ് കാണാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മളിങ്ങനെ വന്ന് ഇവിടെ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ മോബ് ഫാം ഇവിടെ ഉണ്ട്. സെറ്റപ്പ് ഫാമാണ്. ഓക്കെ, എന്തോരം ചവറുകളാണ് മോബ് ഫാമിൽ. ഇതൊക്കെ എടുത്ത് സോർട്ട് ചെയ്ത് വെക്കണ്ടേ GT? ഇപ്പം മോബില്ലടാ, അത് കുറച്ച് നേരം AFK എന്നാലേ സ്പോൺ ആവും. എടാ നിനക്ക് എന്തറിൻ്റെ കഴപ്പടാ? എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് വയ്യേ. പിന്നെ ചാവൂല, വലിയ ഹൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. ചത്തിട്ടുണ്ടാ? ഇനി നമുക്ക് ക്ലൗണിന്റെ ബേസിൽ പോകണം. ക്ലൗണിന്റെ ബേസിന്റെ കോർഡിനേറ്റ്സ് എന്തെങ്കിലും ഉണ്ടോടാ? നമുക്ക് തന്നെ പറഞ്ഞ്. മൈനസ് ആവുമ്പോൾ
മൈനസ് ആകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകണം. ഇങ്ങോട്ട് പോകണം. വാ നമുക്ക് ക്ലൗഡ് മൈനസ് 2500. ഓക്കെ. അപ്പോൾ ഗൈസ് നമുക്ക് ക്ലൗഡിൻ്റെ ബേസിലോട്ട് പോകണം. അച്ചിരി നല്ല ദൂരത്താണ്. നമുക്ക് അവിടെ ചെന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ നേരം കൊണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. എന്തോ അവിടെ കാണുന്നുണ്ടല്ലോ. ഡേയ് അങ്ങോട്ടല്ല, ഇങ്ങോട്ട് വാ. അവിടെ അതവിടെ വിൻമില്ല് കാണുന്നുണ്ട്. വിൻഡ് മില്ല് കാണുന്നുണ്ടേ. ക്ലൗഡിന്റെ വിൻഡ് മില്ലാണെന്ന് തോന്നുന്നു. ക്ലൗഡിന്റെ ബേസ് തന്നെ ഇനി ഇത്. കോർഡിനേറ്റ്സ് ഒന്നും മാറിപ്പോയില്ലല്ലേ. ക്ലൗഡ് ആയിരിക്കില്ല മിക്കവാറും. അവന്റെ ടീമിൽ വേറെ ആൾക്കാരുണ്ടല്ലേ. ഹലോ, ആരെയിലുണ്ടോ? എടാ ആരെ ലൊക്കേറ്റർ ബാർ കാണുന്നുണ്ട്, പക്ഷെ ആളിനെ കാണുന്നില്ല. നെയിം ടാഗും കാണുന്നില്ല. ഓക്കെ. നമസ്കാരം. അയ്യോ ഹലോ, നമസ്കാരം. നമസ്കാരം. ടോട്ടോ ഒക്കെ ഉണ്ട്. വളരെ നല്ലൊരു ഇതാണ്. നിന്റെ ഈ വിൻഡ് മില്ലിനകത്ത് എന്തുണ്ട്? വിൻഡ് മില്ലിനകത്ത് എന്തുണ്ട്? ഒന്നുമില്ല. മനസ്സിലാവും. ഒന്നും പറയണ്ട, ജീറ്റിക്ക് എല്ലാം മനസ്സിലാവും പെട്ടെന്ന്. അല്ല, ഈ സാധനമൊക്കെ എടുത്ത് ഉള്ളിൽ ജീറ്റി എടാ ജീറ്റി വന്നിട്ട് നമ്മളിവിടെ ബേസിന്റെ അടുത്ത് എത്താറായപ്പോ തിരിഞ്ഞോടുന്നു. അയ്യോ, എവിടെ എന്തൊക്കെയുണ്ട് ക്ലൗഡെ കാണിച്ചാ? അയ്യോ നൈറ്റ് ആവുന്നു, കിടന്നുറങ്ങടാ. ഇവിടെ അയൺ ഫാം ഉണ്ട്. അയൺ ഫാം ഉണ്ടല്ലോ. വൻ എഫിഷ്യന്റ് ആണ്. ഓക്കെ ഓക്കെ. ചാവല്ലേ. വെള്ളം എടുക്കണം മിസ്റ്റർ. കേറി. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ 3 അയൺ ഫാം ഉണ്ട്. പിന്നെ ഇവിടെ ബാമ്പു ഒക്കെ ഉണ്ടല്ലോ. ഞാൻ മുമ്പ് ഇവിടെ വന്നപ്പോ ബാമ്പു ഒക്കെ എടുത്തോണ്ട് പോയായിരുന്നു. നമ്മളെ ബേസിന്റെ അവിടെ നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ ഇപ്പൊ ഇവിടെ അതെ അതെ. ഇത് നിന്റെ വില്ലേജർ ബ്രീഡർ ആണോ? ഇത് നമ്മളെ വില്ലേജർ ബ്രീഡർ. അത് വൈകിട്ട് ഈ ബോട്ട് നിക്കാണ്ട് കേറാ, ഷിഫ്റ്റ് അടിക്കുക. ഏതാ ജിടി കയറുന്നോ? ജിടി കൂടെ തള്ളി നമുക്ക് വില്ലേജറിന്റെ കൂട്ടത്തിടാം. ജിടി ഒന്ന് അനങ്ങാതെ എന്ത് പറ്റി? ഓക്കെ. സ്കെലറ്റന്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ടോ? നമുക്ക് സ്റ്റാച്ചു ഉണ്ടാക്കിയില്ല നമ്മള് തരാം. ഇതൊക്കെ ആരൊക്കെ വീടാണ്? ആരൊക്കെ? ഇത് എന്റെ ബേസ്. ഏത്? അത് ഓക്കെ. ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട്, ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ക്ലൗണേ, ഇവിടെ എന്താണ്? മോളിൽ എന്തുണ്ട്? അയ്യോ, മോളിൽ ജസ്റ്റ് ബെഡും പിന്നെ ചെറിയ കുറച്ച് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള. എന്ത് അല്ല, അത് വെറുതെ. ക്ലൗഡെ, ഞാൻ വീട്ടിനകത്ത് ഹോമം ചെയ്തിട്ടുണ്ട്. നല്ലതാ, കണ്ണ് തട്ടായിരിക്കാം. ഓക്കെ. ഇനി ബാക്ക് ഏത് സൈസ് കാറ്റിന്റെ ബേസ്? ഏത്? ഫിനിഷ് ആവുന്ന ഇപ്പോഴും ആർക്കും ഐഡിയ ഇല്ല. അതന്നെ ഞാനും ആലോചിച്ചത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ടീം ബേസ് ആണ് ഇനി ഇത്? ദൈവത്തിന്
വയ്യാത്ത ചേർക്കണ ഒരാൾക്കുള്ള ബേസ് പോലെ ഫീൽ ചെയ്യണില്ല. നിനക്ക് എന്നോട് സ്വന്തം ടീമേറ്റ് ആകുമ്പോ കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ അല്ലേ? എന്താടാ ഇവിടെ വേറൊരു ബേസ് ഉണ്ട്, മൂന്നാമത്തെ ആളെ ബേസ്. എവിടെ? ആ MC നെസ്റ്റ് സീനത്തിന്റെ ബേസ് ആണത്. അതെന്തര MC ആടാ? ഇതെന്തുവാടാ ഇത്? വഴിയില്ലാത്ത വീടോ? അത് പ്രൊട്ടക്ഷൻ. ഇത് ഒരുമാതിരി മറ്റേ ക്ലർക്കിന്റെ വീട് ഒരുമാതിരി ക്ലർക്കിന്റെ വീട് കണക്ക് വില്ലേജില്. വലിയ വീട്. എന്താവോ ഈ ലാഡർ പരിപാടി ഒഴിവാക്കണം, ഇഷ്ടല്ല. നിങ്ങൾ ഈ ക്ലർക്കിന്റെ വീട് മോഡിഫൈ ചെയ്താണ് അവണ്ടാക്കിയതാ, ഞാൻ ഒന്നും മൈൻഡാക്കാൻ പോയില്ല. ഡിസൈനിങ് ബിൽഡിംഗ് സെൻസ് ഇല്ല അവനൊന്നും. അതെ അതെ അതെ, ക്ലൗണിനില്ല. അതൊക്കെ എന്റെ ബേസ്. ഇതാരാ പൂച്ച തല്ലു കൊല്ലട്ടാ? അവൻ ക്രീപ്പർ ഓട്ടാതെക്കാൻ വേണ്ടി വെച്ചതാണ്. അത്രേ ഉള്ളൂ. ആ നമ്മള് നേരത്തെ രണ്ടെണ്ണോ? ആ ഇവിടെ അടിയിലൊരു സ്പോണറിന്റെ എക്സ്പി ഫാം ഉണ്ട്, സോംബി. അയ്യോ എടാ എക്സ്പി ഫാമിന്റെ ഇത് എന്റെ ആവുന്ന സ്ഥലം കാണിക്കാനുള്ളതിന് നീ എന്നെ കൊണ്ടുവന്ന് ഡയറക്റ്റ് ഫാമിലോട്ടങ്ങ് ഇട്ടാടാ. സ്ഥലം കാണിച്ചിട്ട് ഇപ്പൊ അവിടെ കാര്യമായിട്ടൊന്നും ഇല്ല, അതുകൊണ്ട് ഡയറക്റ്റ് ഉണ്ടെങ്കിൽ വെള്ളത്തിടാന്ന്. അതുകൊണ്ട് നേരെ ഉൾപക്ഷം കാണിച്ചതങ്ങ് തീരുമല്ലോ. ഇതെന്തോ ബില്ലിംഗ് ചേമ്പറാണ്. നിന്നെ അല്ലേ ഗതിനെയാണ് അടിക്കുന്ന, നീ എന്തിനാ എന്നിട്ട് അടിക്കുന്ന? അയ്യോ കാര്യമായിട്ട് എക്സ്പി ഒന്നും കിട്ടൂല ഈ ഫാം. ഇത് എന്തിനാ 4-5 വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരേ വെള്ളത്തിൽ തന്നെ. ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? പിന്നെ ആര്? ഇതിന് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി ഇവിടെ ഇവിടെ ആയിരുന്നു. ആ കിട്ടി. ഇവിടെ ആയിരുന്നാ പെട്ടാ? ഇല്ല കിട്ടിയതാ. ബാക്കില് ഏലേ കൂടെ. ആ ഓക്കെ ഓക്കെ. ഒരുത്ത അവിടെ കിടന്ന് കുഴിക്കുന്നുണ്ട്. കുഴിച്ചിറങ്ങരുത്. ഇനി എന്താ മുകളിലോട്ടാ? ജീറ്റി മുകളിലോട്ട് പോടാ. ഒരു കാരണവശാലും പൊട്ടിക്കരുത്. അത് പഠിച്ച അല്ലല്ല ക്ലൗൺ ഫസ്റ്റ് പോട്ട്. ക്ലൗൺ മോള് കയറി കഴിഞ്ഞിട്ട് പറഞ്ഞാ മതിയേ. അല്ല ജീറ്റി കയറട്ടെ. കാലിന് വയ്യ. എന്തൊക്കെ ഇത് വല്ലോം പൊട്ടിക്കോ? നിന്നെ ഞാൻ തല്ലിക്കൊല്ലും. അങ്ങനെ പറയല്ലേ. എടാ എന്താടാ ഇവിടുന്ന് കാണാൻ വീണ് ചത്ത കോമഡി ആണ്ട്ര ജീറ്റി. അടങ്ങിയിരിക്കണേ. അല്ല നിന്റെ വരവ് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. കറക്റ്റ് തന്നെ കേറുവോ അതാ വേറെ എവിടെയെങ്കിലും ചെന്ന് വീഴുവോ? എന്തുവാടാ? വാട്ടർ വേട്ടറാണ് നല്ലത് കേട്ടോ. ഇത് അത്ര സേഫ് അല്ല.
ഓക്കെ അപ്പോൾ ഗൈസ് എടാ ഞാൻ ഇവിടെ റീസ്പോൺസ് സെറ്റ് ചെയ്തു എനിക്കറിയാം ഈ അപ്പോൾ അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലേ വേറെ? ഇത് ജസ്റ്റ് എക്സ്പി ഫാം. ഓക്കെ പിന്നെ ഇതാ ഇവിടെ നമുക്ക് ഇതിന്റെ സോർട്ടിങ് പരിപാടി, പൗഡർ, ഇതെന്തുവാടാ? അതെന്താന്ന് വെച്ചാല് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കത്തിച്ചോളാം. ഇവിടെ നിന്ന് എങ്ങനെ മുകളിലോട്ട്? ഓ അവിടെ വഴിയല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ക്ലൗൺ ഉണ്ട്, GT താഴെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് മറ്റു ദിവസം കാണാം. XP Nodecraft 80 സൈനിങ് ഓഫ്. ബൈ.